ഗാസയിലെ വെടിനിർത്തലിൽ അവസാന നിമിഷവും ആശങ്കയാണ്. മോചിപ്പിക്കേണ്ട ബന്ദികളുടെ പട്ടിക ലഭിച്ചില്ല എങ്കിൽ പുനരാലോചനയുണ്ടാകുമെന്നൊരു മുന്നറിയിപ്പ് ഇസ്രായേൽ നൽകുകയാണ്. കരാർ ലംഘനം ഇസ്രായേൽ സഹിക്കില്ല എന്നും പൂർണ്ണ ഉത്തരവാദിത്തം ഹമാസിനാണെന്നുമാണ് നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ്. വിവരങ്ങളുമായി റജിൽ ചേരുന്നുണ്ട്. റജിൽ, ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു നിമിഷത്തിൽ കൂടിയാണ് കടന്നുപോകുന്നത്. കാരണം ബന്ദികളുടെ പട്ടിക ലഭിച്ചില്ല എങ്കിൽ പുനരാലോചന ഉണ്ടാകുമെന്നാണ് ഇസ്രായേൽ പറയുന്നത്. കരാർ ലംഘനം അവർ സഹിക്കില്ല എന്നുള്ള വലിയൊരു മുന്നറിയിപ്പ് കൂടിയാണ് കൊടുക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? ജയലക്ഷ്മി, ഗാസയെ സംബന്ധിച്ച ഒരു സമാധാനത്തിന്റെ ഞായർ പുലരുമെന്നാണ് ഇന്ന് നമ്മൾ കരുതിയത്. പക്ഷേ ആശങ്കപ്പെടുത്തുന്ന ചില വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഇന്ന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണിയോടെ ഗാസയിലെ വെടിനിർത്തൽ കരാർ 42 ദിവസത്തെ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലാവേണ്ടിയിരുന്നു. പക്ഷേ അതിൻ്റെ അവസാന നിമിഷത്തിലേക്ക് കടക്കുമ്പോൾ ചില ആശങ്കകൾ തന്നെയാണ്, ആശങ്കപ്പെടുത്തുന്ന ചില വിവരങ്ങളാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അവർ ഈ വെടിനിർത്തൽ കരാറുമായി പൂർണ്ണമായി സഹകരിക്കുമോ എന്ന ആശങ്കയുണ്ടാക്കുന്ന വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ, അതായത് 33 പേരുടെ മോചനം ഹമാസ് ഘട്ടം ഘട്ടമായി സാധ്യമാക്കും എന്ന ഉറപ്പായിരുന്നു നൽകിയത്. അതിൻ്റെ ഭാഗമായി 3 പേരെ ഇന്ന് മോചിപ്പിക്കുമെന്ന് അവർ ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ ഈ നിമിഷവും ആ പട്ടിക ഇസ്രായേലിന് കൈമാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചതും. പുനരാലോചന വേണ്ടിവരുമെന്ന സൂചന നൽകിക്കൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്നലെ ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലാക്കുന്ന ആ കരാറിന് ഇസ്രായേൽ മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ ആ കരാർ പുറത്തുവിടേണ്ട ബന്ദികളുടെ മോചനം സംബന്ധിച്ചുള്ള പട്ടിക കൈമാറാത്തതാണ് അവസാന നിമിഷം വലിയ ആശങ്കയ്ക്ക് വഴിവെച്ചിരിക്കുന്നത്. 15 മാസത്തോളമായി നടക്കുന്ന യുദ്ധത്തിന് താൽക്കാലികമായി ഒരു അറുതിയുണ്ടാകും എന്ന സൂചനകൾ, അല്ലെങ്കിൽ അത്തരം അത് യാഥാർത്ഥ്യമാകും എന്ന ഘട്ടത്തിൽ നിൽക്കുന്ന അവസ്ഥയിലാണ് ഇസ്രായേൽ ഇത്തരത്തിൽ ഒരു നിലപാടിലേക്ക് കടക്കുന്നത്. കരാർ ലംഘിക്കുന്ന ഒരു നടപടിയും അംഗീകരിക്കില്ല എന്ന മുന്നറിയിപ്പാണ് ഇസ്രായേൽ നൽകിയിരിക്കുന്നത്. അതാണ് വലിയ ആശങ്കയ്ക്ക് ഈ ഘട്ടത്തിൽ വഴിവെച്ചിരിക്കുന്നതും.